ബിഗ് ബോസ് സീസൺ 6-ൽ സെക്കൻഡ് വീക്കിലെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു. നോറയെയും ഋഷിയെയുമാണ് ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത്. നോറ ഇമോഷണലി വീക്കാണെന്നും ഋഷി മറ്റുള്ളവരുടെ കണ്ടന്റുകളിൽ മാത്രമാണ് പ്രതികരിക്കുന്നത് എന്നും ജാസ്മിൻ അഭിപ്രായപ്പെട്ടു. ജാൻമണി നിഷാനയെയും റോക്കിയെയും നോമിനേറ്റ് ചെയ്തു. റോക്കി ആവശ്യമില്ലാത്ത പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടെന്നും റെസ്പെക്റ്റ് ഇല്ലാതെയാണ് സംസാരിക്കുന്നതെന്നും ജാൻമണി കാരണമായി പറഞ്ഞു. ശ്രീരേഖ റോക്കിയെയും സിജോയെയും നോമിനേറ്റ് ചെയ്തു. റോക്കി റിയലായല്ല നിൽക്കുന്നതെന്നും സെൽഫിഷ് പേഴ്സണാലിറ്റിയാണെന്നും ശ്രീരേഖ കാരണം പറഞ്ഞു. സിജോ മാനിപ്പുലേഷൻ നടത്തുന്നതായും ശ്രീരേഖ ആരോപിച്ചു. യമുന അൻസിബയെയും നോറയെയും നോമിനേറ്റ് ചെയ്തു. അൻസിബ ആർട്ടിസ്റ്റ് എന്ന പ്രിവിലേജ് നന്നായി യൂസ് ചെയ്താണ് നിൽക്കുന്നതെന്ന് യമുന കാരണം പറഞ്ഞു. നോറ ഹൈലി ഇമോഷണൽ പേഴ്സൺ ആണെന്നും യമുന അഭിപ്രായപ്പെട്ടു. ഗബ്രി ഋഷിയെയും നോറയെയുമാണ് നോമിനേറ്റ് ചെയ്തത്. ഋഷി സേഫ് ഗെയിം കളിക്കുന്നെന്നും നോറ ഇമോഷണലി വീക്കാണെന്നും പല കാര്യങ്ങളും വളച്ചൊടിക്കുന്നുണ്ട് എന്നും ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് നോറയ്ക്ക് അറിയില്ലെന്നും ഒരു കപ്പാസിറ്റി ഇല്ലാത്ത പോലെ തോന്നിയെന്നും ഗബ്രി കാരണം പറഞ്ഞു. നോറ സിജോയെയും നിഷാനയെയും നോമിനേറ്റ് ചെയ്തു. സിജോ ഗെയിം ചേഞ്ച് ഒന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നും സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റിപ്പറയുന്നു എന്നുമാണ് നോറ കാരണം പറഞ്ഞത്. കൂടാതെ അവസരങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നും നെഗറ്റീവ് മെസ്സേജാണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നതെന്നും സിജോയ്ക്കെതിരെ കാരണമായി നോറ പറഞ്ഞു. നിഷാനയ്ക്ക് ബിഗ് ബോസിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നതാണ് താൻ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് നോറ പറഞ്ഞു. ജിൻഡോ നിഷാനയെയും റോക്കിയെയും നോമിനേറ്റ് ചെയ്തു. നിഷാന ആക്റ്റീവല്ലെന്നും റോക്കി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഫയർ ചെയ്യുന്നുണ്ടെന്നും കാരണമായി ജിൻഡോ പറഞ്ഞു. നിഷാന റോക്കിയെയും നോറയെയും നോമിനേറ്റ് ചെയ്തു. റോക്കി ഒരു റെസ്പെക്റ്റും ലേഡീസിന് കൊടുക്കുന്നില്ലെന്നും നോറ വീക്കാവുന്ന പോലെ തോന്നിയെന്നും നിഷാന അഭിപ്രായപ്പെട്ടു. ഋഷി നിഷാനയെയും ശ്രീത്തുവിനെയും നോമിനേറ്റ് ചെയ്തു. നിഷാന സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണെന്നും ഗെയിം അറിയില്ല എന്നുമാണ് റീസൺ. ശ്രീതു ഇതുവരെ ആക്റ്റീവായിട്ടില്ല എന്ന് ഋഷി കാരണം പറഞ്ഞു. സിജു റസ്മിനെയും നോറയെയും നോമിനേറ്റ് ചെയ്തു. റസ്മിൻ പേടിച്ച് പ്രതികരിക്കുന്ന പോലെയാണ് തനിക്ക് തോന്നിയതെന്ന് സിജോ അഭിപ്രായപ്പെട്ടു. നോറ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് എന്നും സിജോ കാരണമായി പറഞ്ഞു. റോക്കി നിഷാനയെയും നോറയെയും നോമിനേറ്റ് ചെയ്തു. നിഷാന കൺഫ്യൂസ്ഡ് ആണ്. ഷോ വാല്യൂ എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നോറ ഒരു പ്രോപ്പർ കണ്ടസ്റ്റന്റായി തോന്നുന്നില്ലെന്നും മെന്റലി വീക്കായി ഫീൽ ചെയ്യുന്നുവെന്നും റോക്കി അഭിപ്രായപ്പെട്ടു. സുരേഷ് റോക്കിയെയും നിഷാനയെയും നോമിനേറ്റ് ചെയ്തു. റോക്കി ആവശ്യമില്ലാതെ ബഹളം വെക്കുന്നതും നിഷാനയ്ക്ക് ഗെയിം അറിയില്ല എന്നതുമാണ് കാരണം. ശരണ്യ സുരേഷിനെയും നോറയെയും നോമിനേറ്റ് ചെയ്തു. സുരേഷ് ഗ്രൂപ്പിസം കാണിക്കുന്നുണ്ട് എന്നും നോറ പല കാര്യത്തിലും കൺഫ്യൂസ്ഡ് ആണ് എന്നതുമാണ് കാരണം. ശ്രീതു സുരേഷിനെയും നിഷാനയെയും നോമിനേറ്റ് ചെയ്തു. സുരേഷ് ഫേവറിസം കാണിക്കുന്നുണ്ട് എന്നതാണ് ശ്രീതുവിൻ്റെ കാരണം. നിഷാന സൈലന്റ് ആണ് എന്നതാണ് നിഷാനയെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം. റസ്മിൻ റോക്കിയെയും ഋഷിയെയും നോമിനേറ്റ് ചെയ്തു. റോക്കി മാനിപ്പുലേഷൻ നടത്തുന്നതായും ഋഷി മറ്റുള്ള ആളുകളുടെ കണ്ടന്റ് വെച്ച് കളിക്കുന്നതുമാണ് നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം. അർജുൻ നിഷാനയെയും നോറയെയും നോമിനേറ്റ് ചെയ്തു. നിഷാന ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നില്ല എന്നതും നോറ ഇമോഷണലി വീക്കാണ് എന്നതുമാണ് കാരണം. അൻസിബ റസ്മിനെയും നിഷാനയെയും നോമിനേറ്റ് ചെയ്തു. റസ്മിൻ പലരുടെയും വാലായി നടക്കുന്ന ലേഡിയാണ് എന്നും കബളിപ്പിക്കുന്ന ലേഡിയാണ് എന്നും വളഞ്ഞ ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് എന്നതുമാണ് അൻസിബ ചൂണ്ടിക്കാണിച്ച കാരണങ്ങൾ. നിഷാനയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ കൺഫ്യൂഷൻ ഉണ്ട് എന്നതും തുടർന്ന് കളിക്കാൻ ചാൻസ് ഇല്ല എന്നതുമാണ് അൻസിബ നിരത്തിയ കാരണങ്ങൾ. അപ്സര നിഷാനയെയും നോറയെയും നോമിനേറ്റ് ചെയ്തു. നിഷാന ഈ അവസരം ഉപയോഗിക്കാത്തതും നോറ വീക്കാണ് എന്നതുമാണ് കാരണം. നിഷാന, നോറ, റോക്കി, ഋഷി, സിജോ, സുരേഷ്, റസ്മിൻ, അൻസിബ, ശ്രീതു എന്നിവരെയാണ് ഇത്തവണ കണ്ടസ്റ്റൻസ് നോമിനേറ്റ് ചെയ്തത്. നിഷാന, നോറ, റോക്കി എന്നിവരെയാണ് ഏറ്റവും കൂടുതൽ പേർ നോമിനേറ്റ് ചെയ്തത്.